ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പ്ലസ് ടു ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. 4ാമത്തെ ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാറ്റർ എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. മൂവിംഗ് ചാർജസ് ആൻഡ് മാറ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കറണ്ടിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ പണ്ട് ഈ ചാപ്റ്ററിനെ വിളിച്ചിരുന്ന പേര് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് എന്നാണ്. അപ്പോൾ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറന്റ് ആണ് ഈ ചാപ്റ്റർ. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യം, ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റീജിയനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന്റെ സ്ഥാനത്ത് ഒരു കറന്റ് പാസ് ചെയ്യുന്ന കണ്ടക്ടർ വെച്ചാൽ ആ കറന്റ് പാസ് ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് ആദ്യമായി പറഞ്ഞ ആളാണ് ഈസ്റ്റഡ്. അദ്ദേഹം പറയുന്നത് വരെയും ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും 2 ബ്രാഞ്ചുകളായിട്ട് പരസ്പര ബന്ധമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈസ്റ്റഡ് ആണ് ആദ്യമായിട്ട് കറന്റ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് കണ്ടെത്തിയത്. അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് വേറൊന്നും ആയിരുന്നില്ല. ഒരു കണ്ടക്ടർ അദ്ദേഹം ഇങ്ങനെ വെച്ചു. ഈ കണ്ടക്ടറിന്റെ കൂടെ ഒരു കറന്റ് പാസ് ചെയ്തു. അതിനടുത്ത് ഒരു കോമ്പസ് നീഡിൽ വെച്ചു. എന്താ കോമ്പസ് നീഡില്? കോമ്പസ് നീഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടൈനി മാഗ്നറ്റ്, ഈസിലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫ്രീലി റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിനെ വിളിക്കുന്ന പേര്, ടൈനി മാഗ്നറ്റിനെ വിളിക്കുന്ന പേരാണ് കോമ്പസ് നീഡിൽ. മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്ന സാധനം, നമ്മൾ എർത്തിന്റെ നോർത്ത് സൗത്ത് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം തന്നെ. അപ്പൊ അതിനെ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ അടുത്ത് വെച്ചു. ആദ്യം ഇതിൽ കൂടെ കറന്റ് ഒന്നും പാസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കോമ്പസ് നീഡിൽ എങ്ങനെ ഇരിക്കുക? കോമ്പസ് നീഡിലിന്റെ നോർത്ത് പോളിന്റെ ഒരു ഭാഗം, മറ്റേ ഭാഗം സൗത്ത് പോൾ ആയിരിക്കും. സാധാരണ ഏരോ മാർക്കറ്റുള്ള ഭാഗം നോർത്ത് പോളും മറ്റേ ഭാഗം ചന്ദ്രകല പോലുള്ള ഭാഗം സൗത്ത് പോളും ആയിരിക്കും. ഈ നോർത്ത് പോള് ഭൂമിയുടെ നോർത്തിലേക്ക് തിരിഞ്ഞിരിക്കും, സൗത്ത് പോള് ഭൂമിയുടെ സൗത്തിലേക്ക് തിരിഞ്ഞിരിക്കും. അങ്ങനെയാണ് വടക്കും തെക്കും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നത്. ഇങ്ങനെയുള്ള കോമ്പസ് നീഡിലിന്റെ അടുത്താണ് നമ്മൾ പാര വെച്ചത്, ഒരു കണ്ടക്ടർ വെച്ചു. കണ്ടക്ടറിൽ കറന്റ് ഒന്നും പാസ് ചെയ്തിട്ടില്ലെങ്കിൽ കോമ്പസ് നീഡിലിന്റെ നോർത്ത് ഭൂമിയുടെ നോർത്തിലേക്കും കോമ്പസ് നീഡിലിന്റെ സൗത്ത് ഭൂമിയുടെ സൗത്തിലേക്കും തിരിഞ്ഞിരിക്കും. ഇതിലൂടെ കറന്റ് അങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ ഈ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തു. കോമ്പസ് നീഡിൽ എന്ന് പറഞ്ഞാലാണ് ഒരു ടൈനി മാഗ്നറ്റ് ആണ്. ഒരു മാഗ്നറ്റിനെ തിരിക്കാൻ കഴിയണമെങ്കിൽ ഒരു മാഗ്നറ്റിന്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കാൻ കഴിയണം. ഒരു മാഗ്നറ്റിന്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റണമെങ്കിൽ മറ്റൊരു മാഗ്നറ്റിന് മാത്രമേ അത് സാധിക്കുള്ളൂ. ഒരു ചാർജിന്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നത് മറ്റൊരു ചാർജിനാണ്. അതേപോലെ ഒരു കാന്തത്തിന്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ മറ്റൊരു കാന്തത്തിനെ കഴിയുള്ളൂ. അപ്പൊ ഈ കോമ്പസ് നീഡിന്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഇന്ററാക്ട് ചെയ്തു എന്ന് ചുരുക്കം. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയത് ആരായിരിക്കും? ഈ കറന്റ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറാണ്. കറന്റ് ഓഫ് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ ഇല്ല, അതായത് അതിന്റെ മുകളിൽ ഒരു ഫോഴ്സും ഉണ്ടായില്ല കോമ്പസ് നീഡിലിന്റെ മുകളിൽ. പക്ഷെ കറന്റ് അങ്ങോട്ട് പാസ് ചെയ്തതോടുകൂടി കോമ്പസ് നീഡിൽ ഇളങ്ങിയെങ്കിൽ കോമ്പസ് നീഡിൽ എന്ന് പറയുന്ന മാഗ്നറ്റിനെ തിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ആര് കാരണം ഉണ്ടായതാണ്? ഈ കറന്റ് കാരണം ഉണ്ടായതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ കറന്റ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ കോമ്പസ് നീഡിലെ ടൈനി മാഗ്നറ്റിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡിനായിട്ട് ഇന്ററാക്ട് ചെയ്യും. ആ ഇന്ററാക്ഷൻ കാരണമാണ് ഈ കോമ്പസ് നീഡില് ഡിഫ്ലക്ട് ചെയ്തത് എന്ന് ചുരുക്കം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പിന്നെയും നോക്കി? ഇതിലൂടെയുള്ള കറന്റിനെ കൂട്ടി. 1 ആംപിയർ, 2 ആംപിയർ, 3 ആംപിയർ എന്നുള്ള രൂപത്തിൽ കറന്റിന്റെ സ്ട്രെങ്ത് കൂട്ടി. കറന്റിന്റെ സ്ട്രെങ്ത് കൂട്ടിയപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കോമ്പസ് നീഡിലിന്റെ ഡിഫ്ലക്ഷനും കൂടി. അപ്പൊ നേരത്തെ വേണമെങ്കിൽ ഇങ്ങനെ നിന്നിരുന്ന കോമ്പസ് നീഡിലായിരിക്കാം, ഇങ്ങനെ നോർത്ത് സൗത്ത് ആയിട്ട് നിന്നിരുന്ന കോമ്പസ് നീഡില് കറന്റ് പാസ് ചെയ്തപ്പോ മെല്ലെ ഡിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെയായി മാറി എന്ന് അർത്ഥം. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തു. ഈ ഡിഫ്ലക്ഷൻ, ഈ ആംഗിള് ഏതിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യണു? നല്ലോണം ഡിഫ്ലക്ട് ചെയ്യും, നല്ലോണം കറന്റ് പാസ് ചെയ്താൽ. കുറച്ചേ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ, കുറച്ചേ കറന്റ് പാസ് ചെയ്തുള്ളെങ്കിൽ. ഒട്ടും ഡിഫ്ലക്ട് ചെയ്യില്ല കറന്റ് 0 ആണെങ്കിൽ. അപ്പോ ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ്. ഡിഫ്ലക്ഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? കൂടുതൽ നന്നായിട്ട് തിരിക്കണമെങ്കിൽ കൂടുതൽ ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. കുറച്ചേ ഇളകിയിട്ടുള്ളെങ്കിൽ കുറച്ച് ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന് പ്രൊപ്പോർഷണൽ ആണെന്ന് ചുരുക്കം. അപ്പോൾ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് എന്ന് പറയുന്ന കാര്യം എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം കണ്ടെത്തി. മറ്റൊരു കാര്യം, ഈ കറന്റിന്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി നോക്കി. നേരത്തെ ഇങ്ങനെയാണ് കറന്റ് പാസ് ചെയ്തെങ്കിൽ കറന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിന്നിരുന്ന കോമ്പസ് നീഡില് ഇങ്ങനെയായിരുന്നു നിന്നിരുന്നെങ്കിൽ അയാൾ നേരത്തെ ലെഫ്റ്റിലേക്ക് മുകളിലേക്ക് കറന്റ് പാസ് ചെയ്തപ്പോൾ ലെഫ്റ്റിലേക്കാണ് തിരിഞ്ഞെങ്കിൽ ഇപ്പൊ നേരെ ഇങ്ങനെ തിരിയാൻ തുടങ്ങി. അതായത് ഡിഫ്ലക്ഷൻ ഇങ്ങോട്ടായി, നേരത്തെ ഇങ്ങോട്ടായിരുന്നു. അപ്പോ കറന്റിന്റെ ഡയറക്ഷൻ മാറ്റിയപ്പോൾ മാഗ്നറ്റിക് നീഡിലിനുണ്ടായ ഡിഫ്ലക്ഷൻ മാറി.
എന്തായിരിക്കും കാരണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ മുകളിൽ ആക്ട് ചെയ്ത മറ്റേ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടാവും. അപ്പോ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ. ഇത്രയും കാര്യങ്ങളാണ് ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് മനസ്സിലായത്. അപ്പൊ എന്തൊക്കെയാണ് ഈസ്റ്റഡ് പറഞ്ഞത്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കോമ്പസ് നീഡിൽ അടുത്ത് വെച്ചപ്പോൾ ഡിഫ്ലക്ട് ചെയ്യാൻ കാരണക്കാരനായത്. രണ്ടാമത്തെ പോയിന്റ്, അവിടെ ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാരണം ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അതിലൂടെ പാസ് ചെയ്ത കറന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. കറന്റ് കൂടുതലായാൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഉണ്ടായിട്ടുള്ള കോമ്പസ് നീഡലിന്റെ ഡിഫ്ലക്ഷൻ കൂടുതലായി കറന്റ് കൂടുതലായിട്ട് പാസ് ചെയ്തപ്പോൾ, കുറവായി കുറച്ച് കറന്റ് പാസ് ചെയ്തപ്പോൾ, ഒട്ടും ഉണ്ടായില്ല കറന്റ് പൂജ്യമായപ്പോൾ. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ പോയിന്റ്, അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷനായിട്ട് ബന്ധമുണ്ട്. കറന്റിന്റെ ഡയറക്ഷൻ മാറിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതിന്റെ ഡയറക്ഷനും മാറും. അതെങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായത്? കോമ്പസ് നീഡലിന്റെ ഡിഫ്ലക്ഷൻ നേരെ ഓപ്പോസിറ്റിലായി. കറന്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയപ്പോൾ കോമ്പസ് നീഡിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആയി. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടെത്തിയത്. ഇതായിരുന്നു എന്തിനെ തമ്മിൽ ബന്ധപ്പെടുത്തിയത്? ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും അതുവരെ രണ്ട് സമാന്തരങ്ങളായി ഒഴുകിയിരുന്ന പുഴകളാണെങ്കിൽ ഇവർ പരസ്പരം കൂടിച്ചേരേണ്ടവരാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റാണ് ഈസ്റ്റഡ്. പിന്നീട് അങ്ങോട്ട് സയന്റിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഫാരഡേയിലേക്ക് എത്തുമ്പോഴാണ് തിരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് എത്തി. അങ്ങനെ അദ്ദേഹത്തിനെ ഫാരഡേനെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും കമ്പൈൻ ചെയ്യാനുള്ള തുടക്കമാണ് ഈസ്റ്റഡ് പറഞ്ഞത്. അപ്പൊ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതായത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവണം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ കറണ്ട് ഉണ്ടാവും. കറണ്ട് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? There is magnetic field. So you can produce magnetic field from electric field. ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ആദ്യമായി പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഈസ്റ്റഡ്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ആണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. ഇനി ഇതിനെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്തത്, ഇതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്രഷൻ, അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കൃത്യമായി ഡിഫൈൻ ചെയ്തത് ഒരു നിയമത്തിലാണ്. ആ നിയമമാണ് ബയോട്ട് സവാർട്സ് ലോ. അപ്പൊ നമ്മളെ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിന് ആദ്യമായി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ബയോട്ട് സവാർട്സ് ലോ ആണ്. അപ്പൊ എന്താണ് ബയോട്ട് സവാർട്സ് ലോ? നമുക്ക് നോക്കാം. അപ്പോ ബയോട്ട് സവാർട്സ് ലോ പറയുന്നത് ഒരു കറന്റ് എലിമെന്റിനെ കുറിച്ച്. എന്താ കറന്റ് എലിമെന്റ്? വലിയൊരു കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ വലിയ കണ്ടക്ടർ എന്ന് പറയാം. പക്ഷെ ഒരു ചെറിയ നീളം വളരെ കുറവുള്ള ഒരു കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് കറന്റ് എലിമെന്റ്. അതിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കറന്റ് എലിമെന്റ്. അപ്പൊ നമ്മളെ കയ്യിൽ വലിയൊരു കണ്ടക്ടർ ഉണ്ട്, ശ്രദ്ധിക്കുക. XY എന്ന് പറയുന്ന ഒരു വലിയ കണ്ടക്ടറിന്റെ ഇഷ്ടംപോലെ നീളമുണ്ട്. അതിലൂടെ I എന്ന് പറയുന്ന കറന്റ് പാസ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്കൊരു ചെറിയ കഷ്ണത്തിനെ മാത്രം നോക്കാം. ആ കഷ്ണത്തിന്റെ പേര് AB എന്നാണ്. ഈ കഷ്ണത്തിന്റെ നീളം DL എന്നാണ്. അത്രയും ചെറിയ ആ കഷ്ണത്തിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് I ആണ്. അപ്പോൾ നമ്മൾ ആ DLനെ, ആ AB എന്ന് പറയുന്ന കറന്റ് കണ്ടക്ടർ, എത്രയും ചെറിയ ലെങ്ത് ഉള്ള ആ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് കറന്റ് എലിമെന്റ്. അപ്പോൾ കറന്റ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ നീളം കുറഞ്ഞ ഒരു കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കറന്റ് എലിമെന്റ്. ആ കറന്റ് എലിമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബയോട്ട് സവാർട്സ് ലോ നമുക്ക് തരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോ AB എന്ന് പറയുന്ന ഒരു കറന്റ് എലിമെന്റ്, അതിന്റെ നീളം DL ആണ്. അങ്ങനെ കുറെ ABകൾ ചേർന്നിട്ടാണ് ആരുണ്ടായത്? XY എന്ന് പറയുന്ന വലിയ കണ്ടക്ടർ ഉണ്ടായത്. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് I ആണ്. നമുക്ക് കാണുന്നത് അതിന് ചുറ്റും ഉള്ള ഒരു പോയിന്റ് ആണ് P, അടുത്തുള്ള ഒരു പോയിന്റ് ആണ്. ഈ P എന്നുള്ള പോയിന്റിലേക്ക് ഇയാളുടെ സെന്ററിൽ നിന്ന്, ശ്രദ്ധിക്കുക, AB എന്ന് പറയുന്ന കറന്റ് എലിമെന്റിന്റെ സെന്ററിൽ നിന്നുള്ള ദൂരമാണ് R. ഏറ്റവും കുറഞ്ഞ ദൂരമാണ് R. അപ്പോ ABയുടെ സെന്ററിൽ നിന്ന് Pയിലേക്കുള്ള ദൂരമാണ് R. ഈ ദൂരം ഈ കറന്റ് എലിമെന്റുമായിട്ട് അല്ലെങ്കിൽ കറന്റിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ലെറ്റ് ഇറ്റ് ബി തീറ്റ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചിത്രത്തിൽ ക്ലിയർ ആണ്. R എന്ന് പറഞ്ഞാൽ കറന്റ് എലിമെന്റിന്റെ സെന്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം, I എന്ന് പറഞ്ഞാൽ കറന്റ് എലിമെന്റിലൂടെ പാസ് ചെയ്ത കറന്റ്, DL എന്ന് പറഞ്ഞാൽ കറന്റ് എലിമെന്റിന്റെ നീളം, പിന്നെ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ കറന്റ് എലിമെന്റ് നമ്മുടെ P എന്നുള്ള പോയിന്റിനായിട്ട് ഉണ്ടാക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ. കറന്റ് എലിമെന്റും അതായത് DLഉം നമ്മളെ P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരവും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എങ്കിൽ നമ്മളെ ബയോട്ട് സവാർട്സ് ലോ പറയുന്നത് ഇതാണ്: ദ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് ഉപയോഗിക്കുന്ന അക്ഷരം B ആണ്. ഇലക്ട്രിക് ഫീൽഡിന് ഉപയോഗിച്ചിരുന്ന അക്ഷരം E ആയിരുന്നു. അതേപോലെ ഈ ചാപ്റ്ററിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ B ആണ്.
അപ്പോൾ വലിയ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ബി എന്ന് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ചെറിയൊരു കറണ്ട് എലിമെന്റ് കാരണം ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് അതിനെ ഡി ബി എന്ന് എഴുതാം. ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള അർത്ഥത്തിൽ ഡി എക്സ് എന്നൊക്കെ എഴുതിയ ഡി ടി എന്നൊക്കെ എഴുതിയ പോലെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. നേരത്തെ പറഞ്ഞ ഈ സ്റ്റഡിന്റെ എക്സ്പെരിമെന്റിൽ പറഞ്ഞ കാര്യം തന്നെ. കറണ്ട് കൂടിയാൽ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് എലിമെന്റിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് പി എന്നുള്ള പോയിന്റ് കൂടുതൽ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം മാഗ്നറ്റിക് ഫീൽഡ് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനായിട്ട് ബന്ധം ഉണ്ടാവും? ഡി എൽ. ആ കറന്റ് എലിമെന്റിന്റെ നീളം കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡും കൂടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു sin theta. What is theta? Theta is the angle between current element and the straight line joining the center of the current element and the point. അപ്പൊ ആ തീറ്റയുടെ സൈൻ തീറ്റേനായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. നാലാമത്തെ കാര്യം that small magnetic field is inversely proportional to the square of the distance between the current element and the point. ആറാണ് ആ ദൂരമെങ്കിൽ ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ദിസ് ഈസ് എൻ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. ജസ്റ്റ് ലൈക്ക് കുളൂംസ് ലോ. ഒരു 1/r² പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഒരു 1/r² പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട് എന്ന് ചുരുക്കം. അപ്പോ ഇതൊക്കെ കൂടി ചേർത്ത് വെച്ചാൽ ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അതിനൊക്കെ കൂടി നമുക്ക് ഒരു ഇക്വാലിറ്റി ആക്കിയാൽ സോ ഡി ബി ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വേണം. ആ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺ നമുക്ക് കെ എന്ന് വിളിക്കാം ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് ബയോട്ട്-സവാർട്ട്സ് ലോ? ബയോട്ട്-സവാർട്ട്സ് ലോ gives the small magnetic field to a current element. What is current element? Current element is the current passing through a very small conductor. It is known as current element. അപ്പൊ consider a current element AB of length dl carrying a current I. P is a point at a distance r from this current element. Theta is the angle between the current element and the straight line joining the center of the current element and the point P. Then ബയോട്ട്-സവാർട്ട്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. അപ്പൊ ഈ ചിത്രം വരച്ചിട്ട് നമുക്ക് ബയോട്ട്-സവാർട്ട്സ് ലോനെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതും വേണം, അല്ലെങ്കിൽ മാർക്ക് കംപ്ലീറ്റ് ആവില്ല. The small magnetic field at P due to this current element is directly proportional to the current passing through the current element, the length of the current element, the sine of the angle between the current element and the straight line joining the point, and inversely proportional to the square of the distance between the current element and the point. So dB is proportional to IDL sin theta by r square. So dB is equal to a constant into IDL sin theta by r square. This is known as ബയോട്ട്-സവാർട്ട്സ് law. Clear ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റന്റിനെ കുറിച്ച് നമുക്ക് പറയാം. What is that constant? That constant depends on നമ്മൾ കുളൂംസ് ലോ പറഞ്ഞ അതേപോലെ തന്നെ it depends on two factors. One, the medium in which the current carrying conductor is placed. സെക്കൻഡ് വൺ ദ യൂണിറ്റ് സിസ്റ്റം. ഏത് യൂണിറ്റ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് മീഡിയത്തിലാണ് ഈ കണ്ടക്ടർ ഇരിക്കുന്നത് എന്നുള്ള രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും ഇവിടെയുള്ള കെ. അപ്പോ ഫോർ ഫ്രീ സ്പേസ് ആണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വാക്വം ആണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസിൽ എയർ ആണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് കെ ഈസ് ഈക്വൽ ടു μ0/4π. That k is equal to μ0/4π. What is μ0? μ0 is equal to 4 pi into 10 raised to minus 7 value. Unit is Newton per ampere square, and it is the permeability of air or free space. അപ്പൊ μ0 ആയിരിക്കും ഫ്രീ സ്പേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എയർ ആണെങ്കിൽ ആ കെന്റെ വില μ0/4π ആണ്. ഇതേപോലെ നമ്മൾ അപ്പുറത്ത് പറഞ്ഞിരുന്നു കുളൂംസ് ലോയില് 1/4πε0 എന്നാ പറഞ്ഞിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു 1/4π, ഇവിടെ ഉണ്ട് ഒരു 1/4π. ഓർമ്മയിൽ വെച്ചോളാം. എന്തുകൊണ്ടാണ് 4π വന്നത് എന്ന് വിശദീകരിക്കും ഞാൻ പിന്നീട് ഈ ചാപ്റ്ററിന്റെ അവസാനം. അപ്പൊ എവിടെ നോക്കിയാലും ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടാവുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റില് 1/4π ഉണ്ട്. പിന്നെ അവിടെ 1/4πε0 ആയിരുന്നു. അതായത് ε0 വാസ് ഇൻ ദ ഡിനോമിനേറ്റർ. ഒരു 1/ε0 ഉണ്ടായിരുന്നു. ആ 1/ε0ന്റെ സ്ഥാനത്ത് ഇവിടെ വന്നത് μ0 ആണ്. അവിടെ ε0 ഡിനോമിനേറ്ററിലാണെങ്കിൽ ഇവിടെ വന്ന μ0 ന്യൂമറേറ്ററിലാണ്. എവിടെ ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എവിടെയൊക്കെ ε0 ഡിനോമിനേറ്ററിലുണ്ടോ അതിന് പകരം ഇവിടെ പഠിക്കുമ്പോൾ μ0 ന്യൂമറേറ്ററിൽ ഉണ്ടാവണം. എവിടെയൊക്കെ ε0 ന്യൂമറേറ്ററിൽ ഉണ്ടായിരുന്നോ അവിടെയൊക്കെ ഇവിടെ പഠിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പഠിക്കുമ്പോൾ μ0 ഡിനോമിനേറ്ററിലാവണം. അപ്പൊ അവിടെ ε0 ഡിനോമിനേറ്ററിലായിരുന്നു തുടങ്ങുമ്പോൾ ഇവിടെ μ0 അപ്പൊ ന്യൂമറേറ്ററിലാണ്. അപ്പൊ 1/ε0 പകരമാണ് μ0. ആ μ0 വിളിക്കുന്ന പേര് പെർമിയബിലിറ്റി ആണ്. ആരുടെ പെർമിയബിലിറ്റി? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫ്രീ സ്പേസിന്റെയാണ്. അപ്പൊ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ
air, practically air. Its value is 4 pi into 10 raised to minus 7. Unit is Newton per ampere square. Newton per ampere square. Or, എവിടുന്ന കിട്ടിയെന്ന് പിന്നീട് പറയാം, or Henry per meter. എച്ച് എന്ന് എഴുതിയത് പുതിയൊരു യൂണിറ്റ് ആണ്. അതും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തൽക്കാലം ഓർമ്മിക്കുക, ഹെൻറി പെർ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ ആണ് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ്. അത് ഫ്രീ സ്പേസിന്റെ വാല്യൂ 4 pi into 10 raised to minus 7 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനെ ഒന്ന് മാറ്റി ഇങ്ങനെ എഴുതാം. ശ്രദ്ധിക്കുക. സോ ഡി ബി ഈസ് ഈക്വൽ ടു μ0 by 4 pi I dl sin theta divided by r square. ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഒന്നും കൂടി അപ്പൊ വൃത്തിയാക്കി എഴുതാം. ഫോർ എനി മീഡിയം, വേറെ ഏതൊരു മീഡിയത്തിനും ആണെങ്കിൽ നമുക്ക് അവിടെ പറയാം ദർ ഇസ് എ കോൺസ്റ്റന്റ് കോൾഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റി നമ്മൾ അവിടെ പഠിച്ചിരുന്നത് എന്തായിരുന്നു? റിലേറ്റീവ് പെർമിയബിലിറ്റി ആയിരുന്നു. അതേപോലെ ഇവിടെ റിലേറ്റീവ് പെർമിയബിലിറ്റി μr is equal to mu by mu0. The ratio of permeability of the given medium to permeability of free space is called relative permeability. Relative permeability യൂണിറ്റ് ഒന്നുമില്ല, കാരണം വെട്ടിപ്പോവും. Therefore mu is equal to mu0 into μr. ഏതൊരു മീഡിയം എടുക്കുകയാണെങ്കിൽ mu0 പകരം mu എഴുതണം, muവിന് പകരം എന്ത് എഴുതാം? mu0 into μr എന്ന് എഴുതാം. അപ്പൊ ഈ എക്സ്പ്രഷൻ ഒന്നും കൂടി വൃത്തിയാക്കി എഴുതിയാൽ dB is equal to the small magnetic field due to a current element is equal to mu0 μr by 4 pi I dl sin theta by r square എന്നായി. ഓക്കെ, അപ്പൊ ഏതൊരു മീഡിയത്തിലും അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി μr ആണെങ്കിൽ, എയറിന്റെ പെർമിയബിലിറ്റി μ0 ആണെങ്കിൽ, ആ മീഡിയത്തില് കറന്റ് എലിമെന്റിൽ കാസ് ചെയ്യുന്ന കറന്റ് I ആണെങ്കിൽ, അതിന്റെ നീളം dl ആണെങ്കിൽ, അതിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം r ആണെങ്കിൽ, അവർക്കിടയ്ക്കുള്ള ആംഗിൾ θ ആണെങ്കിൽ ഉള്ള ഇക്വേഷൻ ആണ് μ0 μr I dl sin theta by 4 pi r square. ഇതിനെ ഒന്ന് വെക്ടറിൽ എഴുതാൻ നമുക്ക് ശ്രമിക്കാം. വെക്ടറിൽ എങ്ങനെയാണ് കാണിക്കുക? കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് അതുകൊണ്ട് വെക്ടർ ആണ്. ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു കാന്തത്തിന് ചുറ്റും അല്ലെങ്കിൽ കാന്തത്തിനെ പോലെ പെരുമാറുന്ന കറന്റ് കാരിയും കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന ഫീൽഡിനെ, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിച്ചത്. എക്സാക്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡിനെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞ പോലെ, മാഗ്നറ്റിക് ഫീൽഡിലെ ഇന്റൻസിറ്റിയെ യൂണിറ്റ് മാസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ പോലെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡിഫൈൻ ചെയ്യാൻ വരുന്നേ ഉള്ളൂ. അപ്പൊ തൽക്കാലം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാവും. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഈ dB, അപ്പൊ dBനെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നാണ് വാക്ക്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, അല്ലെങ്കിൽ വേറൊരു വാക്ക് കൂടി പറയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതുപോലെ ഇവിടെയും മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ള അർത്ഥത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നും പറയാം. ബി എന്നുള്ള അക്ഷരം കൊണ്ട് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. അപ്പൊ ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റി ആവുമ്പോൾ അതിന് ഡയറക്ഷൻ പറയണം. അപ്പൊ ഡയറക്ഷൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ? ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദിസ് current element and this distance to the point P. ഈ r എന്ന് പറയുന്ന ദൂരവും ഐഡിയൽ എന്ന് പറയുന്ന ഈ സാധനവും ഉൾക്കൊള്ളുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഞാൻ ഈ വരച്ച ബോർഡിന് പെർപെൻഡിക്കുലർ ആവും ഈ കറന്റ് കാരിയും കണ്ടക്ടർ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ചുരുക്കം. ഒന്നുകൂടി പറയണ്ട. Perpendicular to magnetic field is perpendicular to the plane containing the current element and the straight line joining the current element and the points. അതായത് ആറിനും DL-നും പെർപെൻഡിക്കുലർ ആയിരിക്കും ആര് അവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അതിന് നമുക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് എഴുതാം. ഈ വെക്ടർ ഇവിടുന്ന് ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള വെക്ടറാണ് ആറെങ്കിൽ ഈ IDL-നെ നമുക്കൊരു വെക്ടർ ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ, അപ്പൊ DL എന്ന് പറയുന്ന നീളം ശരിക്കും ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ IDL എന്ന് പറയുന്ന കറന്റ് എലിമെന്റിനെ, കറന്റ് ഇൻറ്റു ആ ചെറിയ ലെങ്ത്തിനെ നമുക്ക് കറന്റ് എലിമെന്റ് എന്ന് വിളിക്കാം. കറന്റ് എലിമെന്റിനെ വെക്ടർ ആയിട്ട് എടുത്താൽ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. DB ഈസ് വെക്ടർ ഈസ് ഈക്വൽ ടു μ0 μr by 4 pi. ഏത് മീഡിയം ആണെങ്കിൽ ആയിക്കോട്ടെ, IDL വെക്ടർ ആക്കി ക്രോസ് വെക്ടർ R by R ക്യൂബ്. എന്തായിരിക്കും IDL ക്രോസ് R? A cross B is AB sin theta. അപ്പൊ IDL ക്രോസ് R is IDL into R into theta ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ IDL-നും R-നും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ IDL ക്രോസ് R is IDL ക്രോസ് R is IDL R sin theta. അപ്പൊ മുകളിൽ ഒരു R വരും, അടിയിലുള്ള R ക്യൂബിലത്തെ ഒരു R-നായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഏതായിട്ട് മാറും? R സ്ക്വയർ ആയിട്ട് മാറും മാഗ്നിറ്റ്യൂഡ്.
അപ്പൊ ഐഡിയൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് എന്ന് എഴുതിയാൽ ഈ സൈൻ തീറ്റയുടെ പ്രശ്നം തീരും. അല്ലെങ്കിൽ ആർ സ്ക്വയറിന് പകരം നമ്മൾ ആർ ക്യൂബ് എഴുതണം, കാരണം മുകളിൽ ഒരു ആർ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വെക്ടർ ഫോമില ഇപ്പൊ വളരെ ക്ലിയർ ആയി നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എങ്ങനെ കാണുക? എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. വെക്ടർ എയും വെക്ടർ ബിയും അടങ്ങിയിരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. അതേപോലെ ഐഡിയൽ ക്രോസ് ആറിന്റെ ഡയറക്ഷൻ ഐഡിയലും ആറും അടങ്ങിയിരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഐഡിയൽ ഏതാണ്? ഇതാ ഈ ഡയറക്ഷനിലാണ് ഐഡിയൽ, ആറ് ഈ ഡയറക്ഷൻ. അപ്പൊ ഈ രണ്ടെണ്ണത്തിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ കറന്റ് എലിമെന്റ് ആൻഡ് ദ ഡിസ്റ്റൻസ്. ഐഡിയൽ ക്രോസ് ആറിന്റെ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആയല്ലോ? അപ്പൊ വെക്ടർ ഫോമിൽ നമ്മൾ ബയോട്ട്-സവാർട്സ് ലോ എഴുതി. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, കമ്പയർ ബയോട്ട്-സവാർട്സ് ലോ ആൻഡ് കുളൂംസ് ലോ. രണ്ടെണ്ണം തമ്മിൽ കമ്പാരിസൺ നടത്താൻ പറയും. ഒരു രണ്ട് സിമിലാരിറ്റിയും രണ്ട് ഡിസിമിലാരിറ്റിയും നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി. ഒന്ന്, രണ്ടാക്കാരും തമ്മിലുള്ള സിമിലാരിറ്റി എന്താ? ബോത്ത് ഓഫ് ദം ആർ ഇൻവേഴ്സ് സ്ക്വയർ ലോസ് അല്ലെ. രണ്ടാക്കാരിലും 1/r² ഉണ്ട്. എന്തായിരുന്നു നമ്മളെ കുളൂംസ് ലോ? എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1Q2/r² അല്ലെ. അവിടെ ഒരു 1/r² ഉണ്ട്, ഇവിടെ ഒരു 1/r² ഉണ്ട്. നമ്മൾ പഠിച്ച 1/r² ഉണ്ട്. സോ ബോത്ത് ഓഫ് ദം ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ബോത്ത് ഓഫ് ദം ആർ ഇൻവേഴ്സ് സ്ക്വയർ ലോസ്. 1/r² പ്രൊപ്പോർഷണാലിറ്റി. രണ്ടാമത്തെ, ബോത്ത് ഓഫ് ദം ആർ ലോങ് റേഞ്ച് ഫോഴ്സസ്. രണ്ടാക്കാരും ലോങ് റേഞ്ച് ഫോഴ്സുകൾ അല്ലെങ്കിൽ ലോങ് റേഞ്ച് ഫീൽഡുകളെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ ലോങ് റേഞ്ച് ഫീൽഡിനെ കുറിച്ചുള്ളതാണ് ഇതൊക്കെ കുളൂംസ് ലോയും അതുപോലെ തന്നെ ബയോട്ട്-സവാർട്സ് ലോയും. അപ്പൊ രണ്ടെണ്ണം ലോങ് റേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. രണ്ടാക്കാരും 1/r² പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. രണ്ടാക്കാരും സെൻട്രൽ ആയിട്ടുള്ള ഫോഴ്സുകളെ പറയുന്നു, സെൻട്രൽ ഫോഴ്സുകളാണ്. അപ്പൊ അത്രയും രണ്ടെണ്ണം ഓർമ്മിച്ചാൽ നിങ്ങൾ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഓർമ്മിക്കുക. ഇനി ഡിസിമിലാരിറ്റി പറയുമ്പോൾ കുളൂംസ് ലോയിൽ നമ്മൾ പറഞ്ഞത് ചാർജ് എന്ന് പറയുന്ന ഒരു സ്കെലാർ ക്വാണ്ടിറ്റി കാരണമാണ് കുളൂംസ് ലോ ഉണ്ടായത് അല്ലെ. ചാർജ് എന്ന് പറയുന്ന സ്കെലാർ ക്വാണ്ടിറ്റിക്ക് ചുറ്റുമുണ്ടായതാണ് ആ ഫീൽഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതേസമയത്ത് ഇവിടെ ഐഡിയൽ എന്ന് പറയുന്ന കറന്റ് എലിമെന്റ് എന്ന് പറയുന്ന വെക്ടർ കാരണം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ബയോട്ട്-സവാർട്സ് ലോ. അപ്പോ കുളൂംസ് ലോ ഈസ് ഡ്യൂ ടു എ സ്കെലാർ ക്വാണ്ടിറ്റി ചാർജ്. ബയോട്ട്-സവാർട്സ് law is due to a vector quantity called current element. ആദ്യത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, അവിടെ 1/4πε0 Q1Q2/r² ആയിരുന്നു. ആറിന്റെ ഡയറക്ഷനിലായിരുന്നു ആരുണ്ടായിരുന്നത്? ഫോഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ആർ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷനിലാണ്. അതേസമയത്ത് ഇവിടെ ആറിന്റെ ഡയറക്ഷനിലാണോ? അല്ല, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ആർ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ് ബയോട്ട്-സവാർട്സ് ലോയിൽ വരുന്ന ആള്. അവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനായിട്ട് ഒരു ബന്ധമില്ല, ഇവിടെ തീറ്റയിനായിട്ടാണ് ബന്ധം. സൈൻ തീറ്റ വന്നു. അപ്പൊ ആംഗുലാർ ഡിപ്പെൻഡൻസ് ഉണ്ട് ബയോട്ട്-സവാർട്സ് ലോയില്. അവിടെ കുളൂംസ് ലോയില് ആംഗുലാർ ഡിപ്പെൻഡൻസ് ഇല്ല. ആ കുളൂംസ് ലോയിൽ വരുന്ന ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സ് ഒക്കെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഡയറക്ഷനിലാണ്. ഇവിടെയോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. അവിടെ കുളൂംസ് ലോ ഒരു ചാർജ് എന്ന് പറയുന്ന സ്കെലാർ ക്വാണ്ടിറ്റി കാരണം ഉണ്ടായതാണ്. ബയോട്ട്-സവാർട്സ് ലോയോ കറന്റ് എലിമെന്റ് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റി കാരണം ഉണ്ടായതാണ്. അപ്പൊ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റി. സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഓർമ്മിക്കുക. ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. കുളൂംസ് ലോനായിട്ട് ബയോട്ട്-സവാർട്സ് ലോ കമ്പയർ ചെയ്യാൻ അറിയണം, ബയോട്ട്-സവാർട്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ അറിയണം, ഈ സ്റ്റഡി ചെയ്ത എക്സ്പെരിമെന്റ് അറിയണം. ഓക്കെ, ബൈ.